ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഇൻ ദ കേസ് ഓഫ് എനി ലോസ് ടു ദ ഇൻഷുർഡ് പ്രോപ്പർട്ടി, ദ ഇൻഷുർഡ് ഷുഡ് ടേക്ക് ഓൾ ദ നെസസറി സ്റ്റെപ്സ് ടു മിറ്റിഗേറ്റ് ഓർ മിനിമൈസ് ദ ലോസ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്, ഒരാൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞിട്ട് അയാളുടെ പ്രോപ്പർട്ടിക്ക് ആ ഇൻഷുറൻസ് എടുത്ത സബ്ജക്റ്റ് മാറ്റർ നടന്നു. ഇപ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു ഫയർ ഉണ്ടായി, അങ്ങനെ അയാളുടെ ബിൽഡിങ് നഷ്ടം വന്നു. അങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്ത പ്രോപ്പർട്ടിക്ക് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുത്ത ആൾ ആ പ്രോപ്പർട്ടി പഴയ രീതിയിലാക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ലോസ് കുറക്കാനുള്ള എല്ലാ സ്റ്റെപ്പും ചെയ്യുന്ന ഒരാളാവണം. If he doesn't do so, the insurer can avoid the payment of loss attributable to his negligence. ഇനി അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫയർ ഉണ്ടാകുന്ന സമയത്ത് അയാൾക്ക് ആൾക്കാരെ കൂട്ടി വന്നിട്ട് അത് അണക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. സോ അങ്ങനെ അയാൾ ചെയ്തില്ല, അയാളുടെ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അയാൾ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് ലോസ് കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ നെഗ്ലിജൻസോട് കൂടിയിട്ടുള്ള ലോസിന് ഇൻഷുറർ ഇൻഷുറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻഷേർഡ് ആയിട്ടുള്ള ആളുടെ ലയബിലിറ്റിയാണ് ലോസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ കുറക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത്. ബട്ട് ദോ ദ ഇൻഷേർഡ് ഈസ് ബൗണ്ട് ടു ഡു ഹിസ് ബെസ്റ്റ് ഫോർ ഹിസ് ഇൻഷുറർ, ഹി ഈസ് നോട്ട് ബൗണ്ട് ടു ഡു സോ അറ്റ് ദ റിസ്ക് ഓഫ് ഹിസ് ലൈഫ്. അങ്ങനെ ഇൻഷുറർക്ക് വേണ്ടിയിട്ട് ലോസ് കുറക്കാൻ നോക്കണം എന്നുണ്ടെങ്കിലും അയാളുടെ ലൈഫിനെ റിസ്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി അയാൾ എടുക്കേണ്ട കാര്യമില്ല. മിറ്റിഗേഷൻ ഓഫ് ലോസ് മീൻസ് ടു മിനിമൈസ് ഓർ റെഡ്യൂസ് ദ സിവിയറിറ്റി ഓഫ് ലോസ്. അപ്പോൾ മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇൻഷുറൻസ് എടുത്ത പ്രോപ്പർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ലോസ് അതിനെ കുറക്കുക, മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. When there are two or more insurers for one person, the principle of contribution applies. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇൻഷുറേഴ്സ് ഉണ്ടെങ്കിലാണ് ഈ ഒരു പോളിസി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഒരാൾ ലൈഫ് ഇൻഷുറൻസ് LICയുടെ കയ്യിൽ നിന്ന് എടുത്തു, ഇപ്പോൾ HDFC കൊടുക്കുന്നുണ്ടെങ്കിൽ HDFCൻ്റെ നിന്ന് എടുത്തു. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഇൻഷുറർ ഒരേ സബ്ജക്റ്റ് മാറ്ററിന് ഒരാൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ വരിക. The aim of contribution is to distribute the actual amount of loss among the different insurers who are liable for the same risk under different policies in respect of the same subject matter. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഒന്നിൽ കൂടുതൽ ഇൻഷുറേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ലോസ് വരുന്ന സമയത്ത് ഓരോ ആളുകൾക്കും ഓരോ ഇൻഷുറൻസിൻ്റെ പോളിസി അനുസരിച്ച് എല്ലാവർക്കും ഈക്വലായിട്ട്, അല്ലെങ്കിൽ ആ പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ എല്ലാവരും ഇൻഷുർഡിൻ്റെ ലോസിന്, എല്ലാ ഇൻഷുറേഴ്സും ഇൻഷുർഡ് ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് ഇൻഷുറൻസ് എടുത്തത് അവരെല്ലാവരും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, എല്ലാവർക്കും റിസ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന പ്രിൻസിപ്പിളിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Any one insurer may pay the insured the full amount of the loss covered by the policy and then become entitled to contribution from his co-insurers in proportion of their respective liabilities. ഒന്നല്ലെങ്കിൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാം അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു ഇൻഷുറർക്ക് ഫുൾ ലോസ് കവർ ചെയ്യാം, എന്താണോ ഇൻഷുർഡിന് ഉണ്ടായ ലോസ് അത് ഫുള്ള് കവർ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഇൻഷുറേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആ പ്രൊപ്പോർഷനേറ്റ് ബേസിസ് മേടിക്കാം. ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം. ദിസ് പ്രിൻസിപ്പിൾ എൻഷുവേഴ്സ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോസസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇൻഷുറേഴ്സ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ ഡിഫറെൻറ്റ് ഇൻഷുറേഴ്സിന് ഒരേപോലെ ലയബിലിറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് വാറണ്ടീസ്. Warranty is that by which the assured undertakes that some particular thing shall or shall not be done, or that some condition shall be fulfilled, or whereby he affirms or negatives the existence of a particular state of facts. ഇപ്പോൾ വാറണ്ടീസ് എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്, അതായത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എടുക്കുന്ന കുറച്ച് അഗ്രിമെൻറ്റ്സിനെയാണ് വാറണ്ടി എന്ന് പറയുക. അത് കുറച്ച് കണ്ടീഷൻസ് ആവാം. ഇൻഷുറർക്ക് കൊടുക്കുന്ന അഷുറൻസ് ആണ്, അയാൾ ചില കാര്യങ്ങൾ ചെയ്യില്ല അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യാം, ചില കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാം. സോ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറർക്ക് കൊടുക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷനാണ് വാറണ്ടി എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് വാറണ്ടി ഉണ്ട്, എക്സ്പ്രസ് വാറണ്ടി ഉണ്ട്, ഇംപ്ലൈഡ് വാറണ്ടി ഉണ്ട്. ഓക്കെ, എക്സ്പ്രസ് വാറണ്ടി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ വാറണ്ടി വിച്ച് ഈസ് എക്സ്പ്രസ്ലി സ്റ്റേറ്റഡ് ഇൻ ദ പോളിസി ഓഫ് ഇൻഷുറൻസ്.
ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഓർ റിട്ടേൺ ഇൻ ദ പോളിസി. എക്സ്പ്രസ് വാറണ്ടി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുള്ള വാറണ്ടീസ് കണ്ടീഷൻസിനെയാണ് എക്സ്പ്രസ് വാറണ്ടി എന്ന് പറയാം. Implied warranties are conditions not incorporated in a policy but assumed to have been included in the policy by law, custom or general agreement. ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ അത് എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷേ ബൈ ലോ ജനറലി അങ്ങനെയാണ്, അതിൻ്റെ റൂൾസ് അങ്ങനെയാണ്. നമ്മൾ ആക്ച്വലി എഴുതിയിട്ടില്ല, പക്ഷേ ഇംപ്ലൈഡ് ആണ്, ഇങ്ങനെയൊക്കെയാണ് കണ്ടീഷൻസ്. അങ്ങനെ എഴുതിയിട്ടില്ലാത്ത ഇംപ്ലൈഡ് ആയിട്ടുള്ള കണ്ടീഷൻസിനാണ് ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറയുക. സോ വാറണ്ടി രണ്ട് ടൈപ്പാണ്, എക്സ്പ്രസ് വാറണ്ടി, ഇംപ്ലൈഡ് വാറണ്ടി. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുർഡ് കൊടുക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ അഷുറൻസിനെയാണ് വാറണ്ടീസ് എന്ന് പറയുന്നത്. സോ ഇത്രയായിരുന്നു നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്. ഇനി നമ്മൾ രണ്ട് കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്, റീ ഇൻഷുറൻസ് ആൻഡ് ഡബിൾ ഇൻഷുറൻസ്. അപ്പോൾ റീ ഇൻഷുറൻസ് നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതൽ ഇൻഷുറേഴ്സ് ഒരാളുടെ ലയബിലിറ്റീനെ ഇൻഷുർ ചെയ്യാം, അതാണ് റീ ഇൻഷുറൻസ്. വെൻ എ ഇൻഷുറൻസ് പ്രൊവൈഡർ ഹിംസെൽഫ് ടേക്ക് ആൻ ഇൻഷുറൻസ് ടു സേഫ് ഗാർഡ് ഹിസ് റിസ്ക് arising from the insurance contract, it is called reinsurance. അപ്പോൾ ഇൻഷുറൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ടാളുകൾ ഉണ്ടാവും, ഇൻഷുർഡ് ഉണ്ടാവും, ഇൻഷുറർ ഉണ്ടാവും. അതിൽ ഇൻഷുർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇൻഷുററിൻ്റെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുകയാണ്. റീ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്, ഇൻഷുറൻസ് കൊടുത്ത ആൾ അയാളുടെ റിസ്കിനെ ഇൻഷുർ ചെയ്യുക. അപ്പോൾ ഒരാൾ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അയാൾ ആർക്കാണോ ഇൻഷുറൻസ് കൊടുക്കുന്നത് അയാൾക്ക് ആ ഒരു സബ്ജക്റ്റ് മാറ്റർ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അയാളുടെ ഡെത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് അഗ്രി ചെയ്ത എമൗണ്ട് അത് ഇൻഷുറർ കൊടുക്കണം. അപ്പോൾ അയാൾക്ക് കുറേ നഷ്ടങ്ങൾ, കുറേ ആളുകൾക്ക് ഒരേ സമയം ക്ലെയിം കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വൻ ലയബിലിറ്റിയാണ് ഉണ്ടാവുക. സോ ആ ഒരു ഹ്യൂജ് ലയബിലിറ്റീനെ ഇൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡർ വേറൊരു ഇൻഷുറൻസ് പ്രൊവൈഡറിൻ്റെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുക. സോ ഇൻഷുറൻസ് പ്രൊവൈഡർ അയാളുടെ റിസ്കിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി വേറെ ഇൻഷുറൻസ് പ്രൊവൈഡറിൻ്റെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ റീ ഇൻഷുറൻസ് എന്ന് പറയും. ഹി മേ സ്പ്രെഡ് ദ റിസ്ക് ഓഫ് ഇൻഷുറൻസ് വിത്ത് അതർ ഇൻഷുറേഴ്സ് പാർട്ട്ലി ഓർ ഫുള്ളി. ഒന്നല്ലെങ്കിൽ ഫുള്ളായിട്ട് അയാൾക്ക് അയാളുടെ റിസ്ക് വേറെ ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പോർഷൻ പാർട്ട്ലി ആയിട്ട് ഷെയർ ചെയ്യാം. The reinsurers are liable to pay the amount to the original insurer only if the latter has paid to the insured. അപ്പോൾ ഇങ്ങനെ റീ ഇൻഷുറൻസ് എടുത്ത സമയത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ റീ ഇൻഷുറൻസ് എടുക്കുന്നത് അയാളുടെ ഒരു ലോസിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോസ് ഉണ്ടായി, ഇൻഷുറൻസ് പ്രൊവൈഡർ ഒരാൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുത്തു, അങ്ങനെ ആ ക്ലെയിം പ്രകാരം അയാളുടെ ഡെത്ത് വന്നപ്പോൾ അയാൾക്ക് ക്യാഷ് കൊടുക്കേണ്ടി വന്നെങ്കിൽ ഈ ഇൻഷുറൻസ് പ്രൊവൈഡർ, ഫസ്റ്റ് ഇൻഷുറൻസ് പ്രൊവൈഡർ ഇൻഷുർഡ് എടുത്ത ആൾക്ക് അയാളുടെ ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ റീ ഇൻഷുറൻസ് പ്രൊവൈഡർക്ക് ഈ ആരാണോ, ഏത് ഇൻഷുറൻസ് പ്രൊവൈഡറാണോ റീ ഇൻഷുറൻസ് എടുത്തത് അയാളിനെ റീപേ ചെയ്യേണ്ട ലയബിലിറ്റി ഉള്ളൂ. Reinsurance is subject to all the conditions in the original policy and the reinsurer is entitled to all the benefit which the original insurer enjoys under the policy. അപ്പോൾ എല്ലാ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ പോളിസിയും റീ ഇൻഷുറൻസിനും ആപ്ലിക്കബിൾ ആണ്. ഒരു ഇൻഷുറൻസ് പ്രൊവൈഡർ ഇൻഷുറൻസ് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടോ അതൊക്കെ ഒരു റീ ഇൻഷുറൻസ് പ്രൊവൈഡറിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതാണ് റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ലാസ്റ്റ് കോൺസെപ്റ്റാണ് ഡബിൾ ഇൻഷുറൻസ്. When the insured insures the same risk with two or more independent insurers and the total sum insured exceed the value of the subject matter, the insured is said to be double insurance. അപ്പോൾ റീ ഇൻഷുറൻസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് പ്രൊവൈഡർ എടുക്കുന്ന ഇൻഷുറൻസ് ആണ്, അയാളുടെ ഇൻഷുറൻസ് കൊടുക്കുന്ന റിസ്കിനെ കുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ നേരത്തെ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ ആപ്ലിക്കബിൾ ആവുക. അതായത് ഒരു ഇൻഷുർഡ് കുറേ ആളുകളുടെ കയ്യിൽ നിന്നും സെയിം സബ്ജക്റ്റ് മാറ്ററിന് ഇൻഷുറൻസ് എടുക്കുകയാണ്. ഒരാൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ LICയുടെ കയ്യിൽ നിന്നും എടുത്തു, HDFC, ബജാജ്, അങ്ങനെ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ കയ്യിൽ നിന്നും ഒരേ പോളിസി എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഇൻഷുർഡ് അയാളുടെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ഇൻഷുറേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പോൾ ആ ഇൻഷുറൻസ് മാറ്റർ, ഇപ്പോൾ സബ്ജക്റ്റ് മാറ്ററിനേക്കാളും വലിയ എമൗണ്ടിലായിരിക്കും ടോട്ടൽ ഇൻഷുറൻസ് ഉണ്ടാവുക. അപ്പോൾ 1 കോടിയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ അയാൾ ആ ഇൻഷുറൻസ് എടുക്കുന്ന എമൗണ്ട് അതിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ അതിന് നമുക്ക് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയാം. സോ ഒരു ഇൻഷുർഡ് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുന്നതിന് ആണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഇതോടെ നമ്മൾ ഇൻഷുറൻസ് നാളത്തെ ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്റർ തീരും. സോ എല്ലാവരും ക്ലാസ് കേൾക്കുക, നോട്ട്സ് എഴുതുക. താങ്ക് യു.